ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മറ്റൊരു ജയിൽ ചാട്ടം. മുൻ ജയിൽ DGPയുടെ വെളിപ്പെടുത്തലിനു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ജയിൽ ചാട്ടത്തിന്റെ കഥകൾ ചർച്ചയായി മാറുന്നത്. UDF ഭരണകാലത്ത് ജയിലിൽ യോഗത്തിനെത്തിയ ആഭ്യന്തരമന്ത്രിയുടെ കാറിൽ കയറി തടവുപുള്ളി രക്ഷപ്പെട്ട സംഭവം വളരെ പെട്ടെന്നാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കഥയിലെ ആ മന്ത്രി ആരാണെന്നാണ് എല്ലാവരും തിരയുന്നത്. മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബിന്റെ വെളിപ്പെടുത്തലാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. UDF ഭരണകാലത്ത് ജയിലിൽ യോഗത്തിനെത്തിയ മന്ത്രിയുടെ കാറിൽ കയറി ഒരു തടവുപുള്ളി മന്ത്രിക്കൊപ്പം സെക്രട്ടേറിയറ്റിൽ എത്തി രക്ഷപ്പെട്ടുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടുപേരാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. ഇവരിൽ ആരാണ് ആ മന്ത്രി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. UDF ഭരിക്കുമ്പോൾ തിരുവനന്തപുരം ജയിലിൽ നിന്നും ഒരു കുറ്റവാളി മന്ത്രിയുടെ കാറിൽ മുൻസീറ്റിലിരുന്ന് സെക്രട്ടേറിയറ്റ് വരെ എത്തി. 32 ജയിൽ സ്റ്റാഫ് നോക്കി നിൽക്കെയാണ് സംഭവം. എന്നാൽ ഇവരാരുടെയും കണ്ണിൽ അവൻ പെട്ടില്ല. ഇങ്ങനെയായിരുന്നു അലക്സാണ്ടർ ജേക്കബിന്റെ വെളിപ്പെടുത്തൽ. ഇതേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജയിൽ ചാടിയ റിപ്പർ ജയാനന്ദൻ 3 മാസം കഴിഞ്ഞാണ് അന്നത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 7 കൊലപാതകം നടത്തിയ ജയാനന്ദൻ എന്ന ജയൻ വധശിക്ഷയുമായാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത്. അവിടെ അതീവ സുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കിലായിരുന്നു ഇയാളെയും താമസിപ്പിച്ചത്. മാസങ്ങളുടെ തയ്യാറെടുപ്പിനൊടുവിൽ ശരീരഭാരം കുറച്ച് ജയിൽ കമ്പി മുറിച്ചു മാറ്റിയാണ് ഇയാൾ ജയിൽ ചാടിയത്. ജയിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കാനായി അന്ന് ജയാനന്ദൻ തലയണയും തുണിയും ഉപയോഗിച്ച് സെല്ലിൽ ആൾരൂപം ഉണ്ടാക്കിയിരുന്നു. 1994 മുതൽ 2013 വരെയുള്ള കാലയളവിൽ UDF ഭരണകാലത്ത് മാത്രം 6 പേരാണ് ജയിൽ ചാടിയത്. 1994 ജയിൽ ചാടിയ ശിവജി മുതൽ 2013 ജയിൽ ചാടിയ റിപ്പർ ജയാനന്ദൻ, പ്രകാശൻ എന്നിവർ വരെ. കേരളത്തിൽ കഴിഞ്ഞ 25 വർഷത്തിനിടെ 103 പേരാണ് ജയിൽ ചാടിയിട്ടുള്ളത് എന്നും ഇന്ത്യയൊട്ടാകെയുള്ള 2200 പേര് ജയിൽ ചാടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് പുറത്തെ കണക്കുകൾ എടുത്തു നോക്കിയാലും സമാനമാണ് സ്ഥിതി. UDF ഭരിക്കുന്ന ഇടങ്ങളിൽ ജയിൽ ചാടിയവരുടെ എണ്ണം നിരവധിയാണ്. തീഹാർ, ബുറൈൽ ജയിലുകളിൽ നിന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്നടങ്ങിയ ലഡു നൽകിയും ജയിലിനകത്ത് തുരങ്കം കുഴിച്ച് പ്രതികൾ പുറത്തു ചാടിയതും കോൺഗ്രസ് ഭരണകാലത്തായിരുന്നു. ജയിൽ ചാടിയവരിൽ ചുരുക്കം പേരെ മാത്രമാണ് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ടാർസന്റെ സിനിമയിൽ പോലും ഇത്തരം സംഭവങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് ഈ സത്യങ്ങൾ അറിയാഞ്ഞിട്ടാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ.